കരുതലിന്റെ സ്നേഹസ്പർശം AKG മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ, കണ്ണൂർ. കേന്ദ്ര സർക്കാർ GSTക്ക് 40% വരെ നികുതി ചുമത്തിയത് ലോട്ടറി ഏജന്റുമാരെയും തൊഴിലാളികളെയും തകർക്കുമെന്ന് CTU സംസ്ഥാന കമ്മിറ്റി അംഗം MV ജയരാജൻ പറഞ്ഞു. സംസ്ഥാന ഭാഗ്യക്കുറിക്ക് 40% നികുതി ചുമത്തിയ കേന്ദ്ര സർക്കാരിന്റെ തെറ്റായ നടപടി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ലോട്ടറി തൊഴിലാളികൾ കണ്ണൂർ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ചും ധാരണയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ പോലും GST ആയി 40% നികുതി ചുമത്തുന്നതിനെതിരെ രംഗത്തു വന്നിട്ടുണ്ട്. കേരളത്തിലെ ലോട്ടറി മേഖലയെ ആശ്രയിച്ച 10,000-ങ്ങളാണ് ജീവിക്കുന്നത്. ഇനി ലോട്ടറി വില വർദ്ധിപ്പിക്കാൻ കഴിയില്ല. ഇനിയും വില കൂട്ടിയാൽ പ്രായോഗികമായി വിൽപ്പനയെ ബാധിക്കുമെന്ന കാര്യം ഉറപ്പാണ്. ഈ പ്രതിസന്ധിയിൽ നിന്നും തൊഴിലാളികളെ രക്ഷിക്കാൻ സർക്കാരുകൾ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും MV ജയരാജൻ ആവശ്യപ്പെട്ടു. 28% എന്നത് ഞങ്ങൾ നിർത്തലാക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ തൊട്ട് താഴെയുള്ള സ്ലാബ് 18% ഇനി 18% കുറയ്ക്കാൻ നിങ്ങൾക്ക് വിഷമമാണെങ്കിൽ ലോട്ടറിക്ക് മാത്രം ഒരു സ്ലാബ് 28%, അങ്ങനെയെങ്കിലും ചെയ്യൂ. ഇപ്പോൾ ഇത് 40% ഉയർത്തിയപ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം ബഹുമാനപ്പെട്ട ധനമന്ത്രിയുടെ ശ്രദ്ധയിൽ ഞങ്ങൾ കൊണ്ടുവന്നു. 50 രൂപയുടെ ടിക്കറ്റാണ് ഇപ്പോൾ പ്രതിദിന ലോട്ടറിയുടെ വില. 50 രൂപയുടെ ടിക്കറ്റിന്മേൽ ഒരു തൊഴിലാളിക്ക് കിട്ടുന്ന കമ്മീഷൻ 7 രൂപ 35 പൈസയാണ്. ഈ പുതിയ നികുതി പ്രകാരം ആ തൊഴിലാളിയുടെ 7 രൂപ 35 പൈസ എന്ന കമ്മീഷൻ 3 രൂപ 35 പൈസയായി കുറയും. കിട്ടിക്കൊണ്ടിരിക്കുന്ന വരുമാനത്തിന്റെ പകുതിക്ക് താഴെ വരുമാനം കുറയും. കണ്ണൂർ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ചിൽ PV സജീഷ് അധ്യക്ഷത വഹിച്ചു. മടപ്പള്ളി ബാലകൃഷ്ണൻ, M മനോജ്, വെള്ളോറ രാജൻ, PV വത്സരാജൻ, V ഉമേശൻ, P വീരേന്ദ്രകുമാർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. മധുരാഗ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മധുരാഗ് ബിൽഡിംഗ്, കണ്ണൂർ റോഡ്, ചകരകൽ.